ഇനി ചതുഷ്ഷഷ്ടി കലാമയ്യൈ നമഃ എന്നുള്ള മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നോക്കാൻ പോകുന്നത്. ചതുഷ്ഷഷ്ടുപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത. അങ്ങനെ ഈ ചതുഷ്ഷഷ്ടി എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള 3 മന്ത്രങ്ങളാണ് അടുപ്പിച്ച് സഹസ്രനാമത്തിൽ ഉള്ളത്. ഈ കല എന്നുള്ളതിന് മലയാളത്തിൽ പറയുന്ന അതേ അർത്ഥവുമുണ്ട്, അതല്ലാത്ത അർത്ഥവും ഉണ്ട്. 64 കലകളുടെ രൂപം പൂണ്ടവൾ, 64 കലകളായിട്ടുള്ളവൾ എന്നൊരു അർത്ഥം അതിനുണ്ട്. കല എന്നുള്ളതിന് ഈ ക്ഷേത്രങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്ന കൂത്തുപോലത്തെ പാട്ട്, നൃത്തം, അങ്ങനെയുള്ള ഒരു അർത്ഥം, അതിസാമാന്യമായിട്ടുള്ള അർത്ഥമുണ്ട്. 64 എണ്ണമാണ് നമ്മുടെ ഭാരതത്തിൽ പറയുന്നത്. ഈ 64 കലകളെയും അപരമായിട്ടുള്ള വിദ്യ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. സ്വതന്ത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനൊന്നിനും നമുക്ക് ഈശ്വര സാക്ഷാത്കാരം തരുവാനുള്ള ഒരു കഴിവില്ല. അതായത് 64 കലകളെന്ന് വെച്ചാൽ 18 ഭാഷകളിലുള്ള ജ്ഞാനം, അത് എഴുതുക, അത് വായിക്കുക, അത് സംസാരിക്കുക, അതിൽ കവിത രചിക്കുക, അങ്ങനെയുള്ള കഴിവുകൾ. അതുപോലെ ചതുർവേദങ്ങളിൽ ഋഗ്, യജുസ്, സാമ, അഥർവണം മുതലായ വേദങ്ങളിലുള്ള പാണ്ഡിത്യം. അതുപോലെ ഉപവേദങ്ങളിൽ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ജ്ഞാനം. അതുപോലെ മല്ലയുദ്ധം, അതുപോലെ നൃത്തം, അതുപോലെ തന്ത്രീവാദ്യങ്ങൾ, വീണ മുതലായ വാദ്യങ്ങൾ, അതിലുള്ള ജ്ഞാനം. അതുപോലെ സുഷിരവാദ്യങ്ങൾ, പുല്ലാങ്കുഴൽ മുതലായ വാദ്യങ്ങൾ വായിക്കുന്നതിൻ്റെ കഴിവ്. അതുപോലെ ഇങ്ങനെയുള്ള ഇഹലോകത്തിന് നമുക്ക് ഉപകാരം ചെയ്യുന്ന എല്ലാത്തിനെയും കല എന്നുള്ള വാക്കുകൊണ്ട് അന്ന് സൂചിപ്പിച്ചിരുന്നു. ചതുഷ്ഷഷ്ടി കല എന്ന് പറയുന്ന ഇങ്ങനത്തെ ഉള്ള കഴിവുകളെയാണ്. ഇന്ന് പറയുന്ന ഹൗസ് കീപ്പിംഗ് അങ്ങനെയുള്ളതും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഇതിന് സ്വതന്ത്രമായിട്ട് സ്വതവേ ഇത് മാത്രം നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ സാധിക്കില്ല, നമുക്കത് ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുക, ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല മനുഷ്യ ജീവിതത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യം. അതിനു വേണ്ടിയല്ല മനുഷ്യജന്മം. ഇതൊക്കെ ഈശ്വര അംശമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഉപാസനയായിട്ട് നമ്മൾ കരുതുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. കലകളെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ളതിന് ഉദാഹരണമായിട്ടൊരു കഥ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായതാണിത്. ഒരിക്കൽ ഒരു ചാക്യാരുടെ കൂടെ ഒരു സംവാദം രാജാവിനുണ്ടായി. ചാക്യാരോട് ഇദ്ദേഹം ചോദിച്ചു, എത്ര കാലം അങ്ങേക്ക് ഈ കൂത്ത് പറയാൻ സാധിക്കും എന്ന് ചോദിച്ചു. എത്ര കാലം വേണമെങ്കിൽ പറയാം, എണ്ണയും തിരിയും ഉള്ളിടത്തോളം എനിക്ക് പറയാൻ സാധിക്കും എന്നാണ് ആ ചാക്യാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് രാജാവ് എണ്ണയ്ക്കും തിരിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഏർപ്പാട് ചെയ്തു. കൂത്തമ്പലം ഒരുക്കി കൊടുത്തു. ഈ ചാക്യാർ രാമായണ കഥ പറയാൻ തുടങ്ങി. ചെമ്പകശ്ശേരി രാജാവ് കാശി യാത്രയ്ക്ക് പുറപ്പെട്ടു. വിശ്വനാഥ ദർശനം കഴിഞ്ഞു, തിരിച്ച് മടങ്ങി വന്നു. ഈ കാര്യമേ അദ്ദേഹം മറന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇദ്ദേഹം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു ആർപ്പ് വിളി കേട്ടു. അദ്ദേഹം തിരക്കി, എന്താ കാര്യം തിരക്കിയപ്പോൾ, ഇവിടെ കുറേ നാളായിട്ട് ഒരു ചാക്യാർ കൂത്ത് പറയുന്നുണ്ട്, രാമായണമാണ് കഥ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, 4-5 വർഷങ്ങൾ കഴിഞ്ഞു ഈ സമയം കൊണ്ട്. അപ്പോൾ ശ്രീരാമൻ ജനിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ആർപ്പ് വിളിയാണ് ഇപ്പോൾ കേട്ടത് എന്ന് എല്ലാവരും പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് രാജാവിന് ഈ കൂത്ത് ഏർപ്പാട് ചെയ്തിട്ട് പോയത് ഓർമ്മ വന്നത്. അപ്പോൾ ഒരു വിളക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശ്വര ആരാധന രൂപത്തിൽ ഈ കഥ പറയുന്നതാണ് ഓരോ കലയിലൂടെയും നമ്മൾ ചെയ്യുന്നത്. അത് സംഗീതമായാലും നൃത്തമായാലും ഏത് ക്ഷേത്രകലകളായാലും അത് ഒരു ഉപാസനയാണത്. ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഈ കഴിവ് ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. ഇങ്ങനെ
അവരവർ ഉപാസിച്ച കലകളിലൂടെ സാക്ഷാത്കാരം നേടിയവരാണ് ത്യാഗരാജ സ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമാശാസ്ത്രികളും. ഇതുപോലെ അനേക കലകൾ അഭ്യസിച്ചവരും. ചതുഷ്ഷഷ്ടി കലാമയി എന്ന് വെച്ചാൽ ഈ കലാരൂപങ്ങളൊക്കെ, ഈ കഴിവുകളൊക്കെ നമുക്കുള്ള എല്ലാ ഭാഷാ പാണ്ഡിത്യം, വ്യാഖ്യാന കഴിവ്, വേദങ്ങളിലുള്ള പാണ്ഡിത്യം, ഉപവേദങ്ങളിലുള്ള പാണ്ഡിത്യം എല്ലാം ഈശ്വര അംശമാണ്, ദേവിയാണ് ഈ കലകളെല്ലാം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം.